ചരിത്രപ്രസിദ്ധിയുള്ളതും ഝാൻസി റാണിയുടെ നഗരവുമായ ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തരേന്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ ബുന്ദേൽഖണ്ഡിലുള്ള ചരിത്രപ്രസിദ്ധ നഗരമായ ഝാൻസിയിലേക്ക്. സ്വതന്ത്ര ഭാരതത്തിനായി ഐതിഹാസികമായ തേർവാഴ്ചകൾ നടത്തിയ നാട് ഝാൻസി. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവൃത്തി ദൈവത്തെ കാണിച്ചു കൊടുക്കുക ഞങ്ങളുടെ ജീവിതത്തിലൂടെ. ഇവിടേക്ക് യേശുക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനെത്തിയ മിഷണറിമാരുടെ ത്യാഗോജലമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഒരു സഞ്ചാരം. ഝാൻസി മിഷൻ. നാം എത്തിയിരിക്കുന്നത് ഝാൻസി മിഷന്റെ ജോധ്പൂരിലുള്ള അരുണോദയ എന്ന സ്പെഷ്യൽ സ്കൂളിലാണ്. ഝാൻസി രൂപതയുടെയും ഝാൻസി കത്തോലിക്ക സേവാ സമാജിന്റെയും സഹായത്തോടെ മലബാർ മിഷണറി ബ്രദേഴ്സാണ് ഇത് നടത്തുന്നത്. ഝാൻസി എന്ന വലിയ നഗരത്തിൽ ആയിരക്കണക്കിന് ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളുണ്ട്. വടക്കേ ഇന്ത്യയിലെ ഏതോ അന്ധവിശ്വാസമനുസരിച്ച് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ ദൈവത്തിന്റെ ശാപമായാണ് ചിലർ കാണുന്നത്. അവരുടെ സാന്നിധ്യം കുടുംബത്തിന് അപമാനകരമായാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനോ സമൂഹ സമ്പർക്കത്തിനോ അവസരം ലഭിക്കാതെ വീടിന്റെ ഇരുണ്ട മൂലകളിൽ ഒതുങ്ങിക്കൂടാനായിരുന്നു ഇവരുടെ വിധി. ഇവർക്ക് പ്രത്യേക വിദ്യാഭ്യാസം നൽകുന്നതിനോ മുഖ്യധാരാ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിനോ ആരും ശ്രദ്ധ കൊടുത്തില്ല. ഈ സാഹചര്യത്തിലാണ് യേശുക്രിസ്തുവിന്റെ കരുണാർദ്രമായ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കായി സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചത്. അരുണോദയ സ്പെഷ്യൽ സ്കൂളിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. ഈ സ്ഥാപനം ഝാൻസി മിഷൻ രൂപതയിലെ ഏക സ്പെഷ്യൽ സ്കൂളാണ്. ഇവിടെ ഞങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെയും അതുപോലെ തന്നെ കേൾവി ശക്തിയില്ലാത്ത കുട്ടികളെയും അതുപോലെ കാഴ്ചശക്തിയില്ലാത്ത കുട്ടികളും, അങ്ങനെ 3 രീതിയിലുള്ള കുട്ടികളെ ഞങ്ങളിവിടെ സംരക്ഷിക്കുന്നുണ്ട്. ഞാൻ ബ്രദർ ഫ്രാൻസിസ് മറ്റത്തിൽ MMB മലബാർ മിഷണറി ബ്രദേഴ്സ് എന്ന സന്യാസ സമൂഹത്തിലെ അംഗമാണ്. ജൂലൈ 96 മുതൽ ഞങ്ങളുടെ ഈ സ്ഥാപനം ഈ രൂപതയിൽ വർക്ക് ചെയ്യുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് ജോധ്പൂർ എന്നാണ്. ഇത് ഇവിടെ അടുത്തുള്ള ബൂഡ വില്ലേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഝാൻസിയിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇതുവരെ 1000-ഓളം കുട്ടികൾ പഠിച്ച് പോയി കഴിഞ്ഞു. ഇവിടുത്തെ പഠന രീതി എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ഇതുപോലെ തീരെ നിവൃത്തിയില്ലാത്ത കുട്ടികളെ മാതാപിതാക്കന്മാരും ബന്ധുക്കളും അങ്ങനെയുള്ളവരൊക്കെ മാറ്റി നിർത്തിയിരിക്കുന്ന ഈ കുട്ടികളെ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വയം പര്യാപ്തതയിൽ ചെയ്യാൻ അവരെ തയ്യാറാക്കുകയുമാണ് പ്രത്യേകമായി ഞങ്ങളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആറ് കുട്ടികളുമായിട്ടാണ്
അരുണോദയ എന്ന ഈ മിഷൻ സ്റ്റേഷൻ ആരംഭിച്ചത്. ശാസ്ത്രീയ പരിശീലനത്തിൻ്റെയും വ്യക്തിപരമായി നൽകിയ ശ്രദ്ധയുടെയും ഫലമായി എല്ലാ കുട്ടികളിലും ധാരാളം പുരോഗതിയുണ്ടായി. ഇത് അരുണോദയയ്ക്ക് ഉത്തരേന്ത്യയിൽ നല്ല പേര് നേടിക്കൊടുത്തു. പത്രങ്ങളിൽ ഇത് വാർത്തയായി. സാവധാനം അന്ധവിശ്വാസങ്ങൾ മറനീങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവിടെയുള്ള കൾച്ചർ അനുസരിച്ച് അവരുടെ സമൂഹത്തിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഈ പ്രകാരം ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അവരെ ഒരു ശാപമായിട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അവരുടെ ഒരു ദേവി കോപമോ അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുകയില്ലെങ്കിൽ വീടിൻ്റെ ഒരു കോണിലോട്ട് ഉപേക്ഷിക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള ആൾക്കാർ ഇതിനെ കാണുന്നത്. പക്ഷേ വിദ്യാഭ്യാസവും മാറി വരുന്ന ചില കൺസെപ്റ്റുകളും പിന്നെ അതുപോലെ നമ്മുടെ സമയ രീതിയിലുള്ള ഇടപെടലുകളൊക്കെ കാരണം ഒരുപക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം വന്നു എന്ന് വേണം വിശ്വസിക്കാൻ. അതുകൊണ്ടാണ് കുട്ടികളുടെ എണ്ണം ഈ സ്കൂളിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 60 കുട്ടികൾ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡെയിലി ഏതെങ്കിലും വിധത്തിൽ 35-ൽ കൂടുതൽ കുട്ടികൾ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേപോലെ എത്തില്ല. കാരണം എന്തെങ്കിലും രീതിയിൽ ഇവർക്ക് ഇൻസ്പെക്ഷനോ അസുഖങ്ങളൊക്കെ വന്ന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ വീട്ടുകാരാണെങ്കിൽ അതിനെ വിടാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ നമ്മൾ വീടുകളിലും അവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഫോൺ വഴിയുള്ള ഇത് മുഖേനയും പിന്നെ ഇവിടെയുള്ള സ്കൂളിലെ പ്രവർത്തനങ്ങൾ കണ്ടും ആൾക്കാർക്ക് കുറേയും കൂടെ നമ്മളോടൊരു വിശ്വാസമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പേരിൽ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറാകുന്നുണ്ട്. ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന പുരോഗതി കണ്ടിട്ട് ഭിതിരരും മൂകരുമായ കുട്ടികൾക്ക് കൂടി ഒരു കേന്ദ്രം ആരംഭിക്കണം എന്ന അഭ്യർത്ഥനയുമായി നിരവധി മാതാപിതാക്കൾ ജാൻസി മിഷനെ സമീപിച്ചു. അതിനെ തുടർന്ന് 2008-ൽ ഡെഫ് ആൻഡ് ഡംബ് കുട്ടികൾക്ക് വേണ്ടിയും ഒരു ഡിവിഷൻ ആരംഭിച്ചു. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ഡേ സ്കോളേഴ്സായി പഠിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രത്യേക പരിശീലനം ലഭിച്ച ടീച്ചറിൻ്റെയും സ്റ്റാഫിൻ്റെയും മേൽനോട്ടത്തിൽ വിദ്യാഭ്യാസത്തിലെയും തൊഴിൽ മേഖലയിലെയും പരിശീലനത്തിലൂടെ കുട്ടികളുടെ സമഗ്ര വികസനം സാധ്യമാക്കുകയാണ് ഇവിടെ ജാൻസി മിഷൻ. നമ്മൾ 4 ക്ലാസ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയുള്ളത് ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പാണ്. അവർക്ക് മെൻ്റലായിട്ട് അവർക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, അവരുടെ ബുദ്ധിക്ക് വികാസമുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. അത് ഡഫ് ആൻഡ് ഡംബ് ചിൽഡ്രൻ എന്ന് പറയാം. അവർക്ക് ചെവിക്ക് കേൾവിയില്ലാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ അവരുടെ കേൾവിയുടെ ഡെൻസിറ്റി അനുസരിച്ച് അവർക്കുള്ള ഒരു
ആംപ്ലിഫയറും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഹിയറിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവഴി പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ടീച്ചർ പറയുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവരെ കൊണ്ട് സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വസ്തുവിനെ ഒരു കുട്ടീനെ ഇത്ര ആഴ്ചത്തേക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ മനസ്സിലായി കഴിഞ്ഞാൽ അവൻ പറയും എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് പറയാൻ പരിശ്രമിച്ച് ഇപ്പോൾ അവർ കുറേശ്ശെയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബധിരരും മൂകരുമായ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകാൻ ഉപകരിക്കുന്ന ഒരു പദ്ധതി ജാൻസി മിഷൻ ആലോചിച്ചു വരികയാണ്. എത്രയും വേഗം അത് തുടങ്ങുവാനുള്ള പ്രാർത്ഥനയിലാണ് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും. വിദ്യാഭ്യാസത്തിലൂടെ ഇവരുടെ ആത്മവിശ്വാസത്തെ ജ്വലിപ്പിക്കുകയാണ് ആദ്യപടി. നിരന്തരമായ പരിശീലനത്തിലൂടെ മറ്റുള്ള കുട്ടികളെക്കാൾ ആത്മാഭിമാനം ഇവരുടെ ഉള്ളിൽ വളർത്തുന്നു. ഏതൊരു സമൂഹത്തെയും പ്രതിനിധാനം ചെയ്യാനുള്ള കഴിവും പ്രോത്സാഹനവും ഇവിടെ ഇവർക്ക് നൽകുന്നു. പിന്നെ ഒരു സന്തോഷമുള്ളത് ഇത്തവണ ഈ ഡഫാൻഡമ്പിലെ 4 മുതിർന്ന കുട്ടികളെ നോർമൽ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ അവർ ഇവിടെ പഠിക്കും. ഇവിടെ പഠിച്ചിട്ട് 9ാം ക്ലാസ്സിൽ ആ സ്കൂളിൽ പോയി പരീക്ഷ എഴുതി 10ാം ക്ലാസ് എങ്ങനെയാലും പാസ്സാകണം. കാരണം പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണ്. നോർമൽ സ്കൂളിലെ എല്ലാ പാഠ്യക്രമങ്ങളും ഇവിടെ അവർക്ക് വേണ്ടി ഫോളോ ചെയ്യുന്നുണ്ട്, ഈ ഡഫാൻഡമ്പ് കുട്ടികൾക്ക് വേണ്ടി. അതുകൊണ്ട് അതുവഴി ഇപ്പോൾ കാരണവന്മാർക്ക് ഒരുപാട് താല്പര്യമായി. അതുകൊണ്ട് പേരൻസ് ഒരുപാട് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് അഡ്മിഷൻ പുതിയത് തരാമോ എന്ന്. പിന്നെ നമുക്കുള്ള ഏക ബുദ്ധിമുട്ട് ഈ ഡഫാൻഡമ്പ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചറിനെ കിട്ടാൻ വലിയ പാടാണ് ഇവിടെ. അങ്ങനെ അത് പഠിച്ചവർ വളരെ കുറവാണ്. ഇനി ഉള്ളവരുണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഒരു ടീച്ചർക്ക് കുട്ടികളെ എന്ന് പറയുന്നത് ഇവിടുന്ന് നോർമൽ റേഷ്യോ അനുസരിച്ച് ഒരു ടീച്ചർക്ക് 6 കുട്ടികളാണ്. 6ൽ കൂടുതലായാൽ കൺട്രോൾ ചെയ്യാൻ പാടാണ്. കാരണം സ്പെഷ്യൽ കുട്ടികൾ എന്നുള്ള ആ കൺസെപ്റ്റ് വെച്ച് തന്നെ ഇവർക്ക് സ്പെഷ്യൽ കെയർ വേണം. 6 കുട്ടികൾ തന്നെ ആകുമ്പോഴേക്കും ടീച്ചർ ശരിക്കും മടുക്കും. ഒരു ടീച്ചറും ഒരു സഹായിയാണ് ക്ലാസ്സിലുണ്ടാവുക. കാരണം മുഴുവൻ ടീച്ചറിന് തന്നെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ കുട്ടികളെയും സ്പെഷ്യലായിട്ട് കൺസേൺ ചെയ്യാൻ വേണ്ടി ഒരു ട്രെയിൻഡ് ടീച്ചറുണ്ടാവും, പ്ലസ് ഒരു ഹെൽപ്പറും ഉണ്ടാവും. ഈ ഝാൻസി പ്രവിശ്യയിലുള്ള മിക്ക കുടുംബങ്ങളിലും വൈകല്യമുള്ള കുട്ടികളെ ബന്ധുക്കളാലും സമൂഹത്താലും ഒറ്റപ്പെട്ട് വളരാനിടയാക്കുന്നത് ഈ കുട്ടികളുടെ ജീവിതത്തിൽ കൂടുതൽ ദോഷങ്ങളുണ്ടാക്കും. ഇതുപോലുള്ള പരിശീലനങ്ങളുടെ അപര്യാപ്തത മൂലം അനുദിന ജീവിത സാഹചര്യങ്ങളിൽ വ്യാപരിക്കാൻ ആവശ്യമായ കഴിവുകൾ കുടുംബങ്ങളിൽ നിന്നും രൂപപ്പെടുത്താനാവാതെ പോകുന്നു. ഈ ഘട്ടത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ സ്നേഹസ്പർശമായി മാറുകയാണ് ഇവിടെ ജാൻസി മിഷൻ. വൈകല്യമുള്ളവരെ, പ്രത്യേകിച്ചും ദരിദ്രരെയും പീഡിതരെയും ക്ലേശിതരെയും പൂർണ്ണമായ വിമോചനത്തിലേക്ക് നയിക്കാനുള്ള ക്രിസ്തുവിൻ്റെ മിഷൻ തന്നെയാണ് ഈ ജാൻസി മിഷനിൽ നിർവഹിക്കപ്പെടുന്നത്. ഇത് ജാൻസി പ്രവിശ്യയിൽ ചെറിയൊരു പ്രദേശത്ത് മാത്രമേ ഈ ശുശ്രൂഷ നൽകാൻ സാധിക്കുന്നുള്ളൂ. ഇനിയും ദൂരവ്യാപകമായി കഷ്ടപ്പെടുന്ന അനേകം മക്കൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ സ്പർശമേകാൻ ഝാൻസി മിഷൻ സദാ സന്നദ്ധയായി നിലനിൽക്കാൻ
നമുക്ക് പ്രാർത്ഥിക്കാം. ജാൻസി മിഷൻ. ഝാൻസിയിലെ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസത്തെ തിരക്ക് പിടിച്ച യാത്രയുടെ ദൃശ്യമാണ് നാം കാണുന്നത്. മിഷണറിമാർ പറയുന്നത് ഇന്ന് ഉത്തരേന്ത്യയിലെ വിവാഹിതരായ പുരുഷന്മാർക്ക് പ്രാധാന്യം നൽകുന്ന ദിവസമാണെന്നാണ്. കേട്ടപ്പോൾ കൗതുകം തോന്നി. മിഷൻ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് മിഷണറിമാരായ സിസ്റ്റേഴ്സിനെയും ആ പ്രത്യേകത നിറഞ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നത്. ചോദിച്ചിട്ട് എന്താണെന്ന് പറയാതെ സിസ്റ്റേഴ്സ് ഞങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകും വഴി പറഞ്ഞത് കേരളീയർ ഇത് നിർബന്ധമായും കാണേണ്ട ആഘോഷമാണെന്നാണ്. എവിടെയും ഒരു ഉത്സവ പ്രതീതിയായിരുന്നു അനുഭവപ്പെട്ടത്. വീടിൻ്റെ അകത്തേക്ക് ചെന്നപ്പോൾ കാണുന്നത് 4 സ്ത്രീകൾ നിരന്നു നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ചയായിരുന്നു. പെട്ടെന്നാണ് ഞങ്ങളുടെ ശ്രദ്ധ ഒരു വസ്തുവിൽ പതിഞ്ഞത്. അരിപ്പ. പണ്ടുകാലത്ത് നമ്മുടെ വീടുകളിൽ അരിപ്പൊടിയൊക്കെ അരിച്ചെടുക്കുന്ന ആ അരിപ്പ. പണ്ട് ഹിന്ദി സിനിമയിൽ സ്ത്രീകൾ അരിപ്പയും പിടിച്ച് പാടുന്ന പാട്ട് സീൻ ഓർമ്മ വന്നത് അപ്പോഴാണ്. യെസ്, അത് തന്നെ. ഉത്തരേന്ത്യക്കാരുടെ കുടുംബാഘോഷമായ കർവ ചൗത്ത്. ഇനി ബാക്കി സിസ്റ്റർ പറയും. ഇന്ന് ഇവിടുത്തെ ഹൈന്ദവ സഹോദരിമാർ കർവ ചൗത്ത് ആഘോഷിക്കുകയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ ഉപവാസം ചെയ്ത് വെള്ളം പോലും കുടിക്കാതെ അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചർ ഞങ്ങളെ ഇവിടെ അവരുടെ ആഘോഷത്തിന് വേണ്ടി ഇവിടെ വിളിച്ചിരിക്കുകയാണ്, ഞങ്ങളെ അവരുടെ ആഘോഷത്തിലേക്ക് പങ്കുചേരുവാനായിട്ട്. Is the Indian culture festival. We celebrate this festival for the sake of our husband, for his long life and good health. This is Indian culture. We Indian women feel that praying is the best thing for us in life. Praying means we can solve our all problems. In this way we celebrate Karwa Chauth, and we love and respect our husbands so much that we Indian women are ready to dedicate our full life to our husband. Instead, if he is not having wealth, in the place of if he is not keeping happy, and if money is not there, but we are ready to help our husband in each and every moment of a life. And for this, we kept this fast, Karwa Chauth, full day. Indian women, like we all ladies, keep fasting. We did not drink a drop of water also till now. After this puja, we're finished, and now we are going to drink water from our husband's hands. By this Karwa Chauth, we show us how much respect we have for our husband, and we promise that we should do this Karwa Chauth every year, and like this we love our husband and respect our husband. We sacrifice our life, everything for our husband only. This is the meaning of Karwa Chauth, and that's why we celebrate all the ladies of India Karwa Chauth very joyfully and happily. Thank you. My wish to all Kerala women a happy Karwa Chauth. The way we celebrate this Karwa Chauth, I request you all pray to your Lord for long life of your husband. It may gives you lots of prosperity, love and good health for your husband.
Like we celebrate, you may pray to your God. It's my request to you all. Pray for your husband for his long life. Like we respect our husband, we keep this fast for his long life. So I request you all, you also keep fast. It brings you love in your family, in your relationship. You will come close to each other by keeping this fast. It's give us strength. Like you can see me, still from morning I did not have a drop of water, but I am still feeling a strength in my body because I have love and care for my husband. So I request you all, you also love and care for your husband. Faith for your husband, keep faith in your husband till your death. Thank you. ജാൻസി മിഷൻ. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗമാണ് കുടുംബജീവിതം. ഒരു കുടുംബത്തിലും അതിൻ്റെ ഭദ്രത നിലനിർത്തുന്നത് വിശ്വാസമാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്ന കുടുംബം, ആ കുടുംബമാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ. വിശ്വാസികളായ നമ്മൾക്ക് ഏവർക്കും മറ്റുള്ള സമുദായങ്ങൾ പലപ്പോഴും ഒരു ഉദാഹരണമായി തീരാറുണ്ട്. വിശ്വാസികളായ നമ്മൾക്ക് ഇവിടെയുള്ള ഹിന്ദു ജനങ്ങൾ കർബച്ചാവ് എന്ന ഒരു ആചരണം വഴി നമ്മെ ഓരോരുത്തരും പഠിപ്പിക്കുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഐക്യം പോലെ ഭർത്താവും ഭാര്യയും ഒന്നായിത്തീരുന്നതിനും ഭർത്താവിന് വേണ്ടിയിട്ട് എന്ത് സഹനങ്ങളും സഹിക്കുവാനും തൻ്റെ സ്വാർത്ഥ അഭീഷ്ടങ്ങൾ ബലികഴിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ഒത്തൊരുമയ്ക്കും ഒന്നാകുന്നതിനു വേണ്ടിയിട്ടും എല്ലായ്പ്പോഴും എന്തും ചെയ്യുവാൻ സന്നദ്ധയുള്ള ഭാര്യമാരാണ് ഇവിടെയുള്ള ഹിന്ദു ഭാര്യമാർ. അവരുടെ ഇടയിൽ ഈ കർബച്ചാവ് വഴി എല്ലാ ആഴ്ചകളിലും അവർ തൻ്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് ധാരാളമായിട്ടുള്ള പ്രായശ്ചിത്തം എത്തിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ആചരണമാണ് കർബച്ചാവ്. അതുവഴി അവരുടെ സ്നേഹവും ഒത്തൊരുമയും കൂട്ടായ്മയും വളർന്നു വരികയും നമ്മുടെ കേരളത്തിലെ സഹോദരിമാർക്ക് എല്ലാവർക്കും കുടുംബങ്ങൾക്കും ഒരു ഉത്തമ മാതൃകയായിട്ട് കുടുംബ ഭദ്രതയ്ക്ക് ഒത്തവിധം ജീവിക്കുവാനായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. देखे तो समझे कि तुम मेरे क्या हो, कि तुम मेरे क्या हो। तुम ही मेरे मंदिर, तुम ही मेरी पूजा, तुम ही देवता हो, तुम ही देवता हो। ജാൻസി മിഷനിൽ നിന്ന് ഈ കർബച്ചൗത്തിൻ്റെ മഹിമയും മേന്മയും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഞാൻ ഒരു സന്ദേശം നൽകുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾക്ക് ധാരാളം പഠിക്കുവാനുള്ളത് ഇങ്ങനെയുള്ള ആചരണത്തിലൂടെയാണ്. ഹിന്ദുക്കളായിട്ടും
അവർ അവരുടെ കുടുംബ ഭദ്രതയെ ഏറ്റവും മഹത്തായി കരുതുകയും വിശ്വാസത്തിലും സ്ഥിരതയിലും വളർച്ചയിലും അവർ ഒന്നായിട്ട് നിൽക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ആചരണങ്ങൾ അവരെ സഹായിക്കുന്നു. ഞാൻ പറയുന്നത് പ്രേക്ഷിത പ്രവർത്തിക്ക് ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങൾ ഏവരും അവരുടെ കുടുംബങ്ങളെ കണ്ട് അതിശയിച്ചു പോയിട്ടുണ്ട്. ഇത്രമാത്രം വിദ്യാസമ്പന്നരായ മലയാളികളുടെ കുടുംബങ്ങൾ പലപ്പോഴും തകർന്ന് തരിപ്പണമാകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നു. അതുകൊണ്ട് പ്രേക്ഷകരായ നിങ്ങളേവരോടും ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്, സേവന സന്നദ്ധതയോടുകൂടിയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചും വിശേഷിച്ച് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ജീവിക്കുന്ന ഭാര്യമാർ എപ്പോഴും കുടുംബ ഭദ്രതയും കുടുംബത്തിൻ്റെ ഐക്യവും കുടുംബത്തിൻ്റെ മേന്മയും പുലർത്തുവാനും അതിൽ വളരുവാനും ആ കുടുംബത്തിൽ വിശ്വാസം ഉണർത്തുവാനും സാധിക്കട്ടെ. അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ സേവന സന്നദ്ധരായ ഭാര്യമാരെ സ്നേഹിക്കുകയും അവരുടെ തലയായിട്ടുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവരെ എപ്പോഴും ബഹുമാനിക്കുകയും പരസ്പര ധാരണയിലും സ്നേഹത്തിലും വളരുവാനായിട്ട് അവരെ പരിചരിക്കുകയും ചെയ്യേണ്ടത് ഭർത്താക്കന്മാരുടെ കടമയാണ്. ഇങ്ങനെ നമ്മുടെ ഓരോ ഭവനത്തിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം വളർത്തുകയും അങ്ങനെ നമ്മുടെ സമുദായത്തിൽ ഒരു കുടുംബ മഹിമയും കുടുംബ സ്നേഹവും കുടുംബ ഭദ്രതയും അടിയുറച്ച് നിൽക്കുവാനും അത് വിശ്വാസ ചൈതന്യത്തിൽ നമ്മളെ വളർത്തുവാനും സഹായിക്കട്ടെ. ഭർത്താക്കന്മാർ ഭാര്യമാരുടെ തലയാണെന്ന് പറയുന്ന യേശുക്രിസ്തു തിരുസഭയുടെ തലയായിട്ടുകൊണ്ട് അതിനെ നിയന്ത്രിക്കുകയും അതിനെ വളർത്തുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പോലെ നമുക്ക് ഏവർക്കും തങ്ങളുടെ ഭാര്യമാരെ എപ്പോഴും സ്നേഹിക്കുകയും വളർത്തുകയും അവർക്ക് അഭീഷ്ടമായ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ട് അവരെ സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ കുടുംബ ഭദ്രത വളരുകയും എപ്പോഴും സമാധാനവും സംതൃപ്തിയും സ്നേഹവും പരസ്പര ധാരണയും വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ദൈവസ്നേഹം നമ്മളിൽ നിലനിൽക്കുകയും കുടുംബ ഭദ്രത വളരുകയും വിശ്വാസത്തിൽ നമ്മൾക്ക് വളരുവാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സാഹചര്യം കെട്ടിപ്പടുത്തുവാനായിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Jansi Mission.